ഈ ഖലീഫ എന്ന് പറഞ്ഞ പടത്തെപ്പറ്റി പറയുകയാണെങ്കിലുണ്ട്, വൈശാഖിൻ്റെ സംവിധാനം, പൃഥ്വിരാജിൻ്റെ അമീർ അലി എന്ന് പറയുന്ന കഥാപാത്രം, ഈ ഇതിലൂടെയാണ് ഖലീഫ തുടങ്ങുന്നത്. പക്ഷേ ഈ തുടക്കം മുതൽ ഒരു പേര് നമ്മൾ ഒരു ഈ പടത്തെപ്പറ്റി ഈ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാസാരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പേര് ആദ്യ പകുതിയിൽ ഉടനീളം കേൾക്കുന്ന മാമ്പരക്കൽ അഹമ്മദ് അലി എന്ന പേര് കേൾക്കുമ്പോൾ തിയേറ്ററിൽ കുലുങ്ങുന്നു. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ പേര് തുറന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ കഥ സഞ്ചരിക്കുന്നുണ്ട്, അമീർ അലിയുടെ കഥ പറയുന്നുണ്ട്, ഇടി കാണിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ മാമ്പരക്കൽ അഹമ്മദ് അലി എന്നുള്ള പേരിങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം തിയേറ്റർ കുലുങ്ങുമാർ കയ്യടിയും കേൾക്കുന്നു. പിന്നെ ആ പേരിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്, ആ പേര് കാലിലേക്കുള്ള കാത്തിരിപ്പ്. അത് പടിപടിയായിട്ട് ഇങ്ങനെ വികസിച്ച് ക്ലൈമാക്സിലെത്തുന്നു. അവിടെ തീരുന്നു ഈ ചിത്രം. കാരണം ആ ക്ലൈമാക്സിലെത്തിക്കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, എൻ്റെ അമ്മ ഈ ജാതി ഒരു കയ്യടി, ഒരു തിയേറ്റർ കുലുങ്ങി എന്നൊക്കെ പറയുമ്പം അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന ഒരു പ്രകടനമായിരുന്നു. പിന്നെ ലാലേട്ടൻ അഴിഞ്ഞാടിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പ്രകടനം. ഈ പ്രായത്തിൽ ഈ മനുഷ്യൻ ഇത്രയും 2-2.5 മണിക്കൂർ ഈ ആൾക്കാരെ എല്ലാം മുൾമുനയിൽ നിർത്തിയതിന് ശേഷം ഒരു ഇറങ്ങി വന്ന് നടത്തുന്നൊരു പ്രകടനമുണ്ട്. പിന്നെ ഒന്നും വേണ്ട, ഈ പടം വേറെ എല്ലാം നമ്മൾ മറന്നേക്കുക. ഞാൻ ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്, അതുവരെ ആവറേജ് ചിത്രം, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രം. പൃഥ്വിരാജിൻ്റെ ലുക്ക്, സ്റ്റണ്ട്, അതുപോലെ സംഗീതം, ഇതൊക്കെ സംവിധാനവും ഭേദപ്പെട്ട രീതിയിലുള്ള സംവിധാനം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന ചിത്രം ഈ ലാസ്റ്റ് 10 മിനിറ്റ് ഒരു രക്ഷയില്ല. പടത്തിൻ്റെ ഹൈപ്പ് അങ്ങ് കയറി കൊളുത്തി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഒരു കാമിയ കൊണ്ട് ഒരു ചിത്രത്തിൻ്റെ ജാതകം തന്നെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് ഈ മനുഷ്യൻ നമുക്ക് കാണിച്ചു തന്നു എന്നുള്ളതാണ്. പിന്നെ ആ ചിത്രത്തെപ്പറ്റി അത്രയും എനിക്ക് തോന്നുന്നു ഈ 2-2.5 മണിക്കൂർ ഇരുന്ന് കണ്ടതിന് ശേഷം ഈ ചിത്രത്തെപ്പറ്റി ആവറേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ മുഖത്തുള്ള സന്തോഷം ഒന്ന് കാണുമായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസുകാർക്കൊക്കെ അഴിഞ്ഞാറാനുള്ള സാധനമാണ് പിന്നെ കിട്ടുന്നത്. ഇനിയും വേറെ കാമിയോ ഉണ്ട്. ആ കാമിയോ ഒക്കെ തന്നെ ഈ ചിത്രത്തിന് കൃത്യമായിട്ട് ആപ്റ്റായി. കാമിയോ വന്ന സമയത്തെല്ലാം തിയേറ്റർ കുലുങ്ങി എന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ ലാലേട്ടൻ്റെ ലുക്ക്, ലാലേട്ടൻ്റെ നടത്തം, എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഈ മനുഷ്യന് ഈ പ്രായത്തിലും നമ്മളെ കോരിത്തരിപ്പിച്ചു എന്ന് തന്നെ പറയാം. ചിത്രത്തിൻ്റെ ബാക്കിയുള്ള ന്യൂനതകളും ഞാൻ മറന്നു. ഇത്രയും മതിയായിരുന്നു. ആദ്യത്തെ ലാസ്റ്റ് 10 മിനിറ്റ് നമുക്ക് കിട്ടിയാൽ മതി. കിട്ടിയ കാശ്, കൊടുത്ത കാശ് എനിക്ക് മുതലായി. ചിത്രം കണ്ടവർ കമൻ്റായിട്ടിടുക. എനിക്ക് ഈ ചിത്രത്തിനെ പറ്റി പറയാനുള്ളത് ഇത് തന്നെയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം നമുക്ക് പറയത്തക്ക വലിയ മേന്മയുള്ള ചിത്രമൊന്നുമല്ല. നമുക്ക് ആകെയായിട്ട് പറയാനുള്ളത് പൃഥ്വിരാജിൻ്റെ ലുക്ക്, ആ സ്റ്റൈലിഷ്, അതുപോലെ കാമിയോ, പിന്നെ ലാലേട്ടൻ, ഒരു രക്ഷയില്ല. ഇതാണ് ഈ ചിത്രത്തെ പറ്റി എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്. അപ്പം ചിത്രം കണ്ടവർ കമൻ്റ് ഇടുക. ചിത്രം കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണുക. പ്രത്യേകിച്ച് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ട്രീറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ലാസ്റ്റ് മാത്രമാണ് ലാലേട്ടനെ കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ആ 10 മിനിറ്റ് ലാലേട്ടനെ കാണാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതിൻ്റെ ചില ദൈർഘ്യങ്ങൾ ചിലപ്പം കൂടുതലായിരിക്കും. എന്നാലും അത് പിടിച്ച് നിന്ന ഒരു രക്ഷയില്ലാത്ത സാധനം. എനിക്ക് തോന്നിയത് ഒരു പേര് കൊണ്ട് ഒരു സിനിമ മൊത്തമായിട്ട് ലാലേട്ടനില്ലാതെ ലാലേട്ടൻ്റെ ഒരു ചിത്രമായിട്ട് മാറി ഈ ചിത്രം. ലാലേട്ടൻ കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷേ എന്നാലും സിനിമയിൽ ഉടനീളം ലാലേട്ടൻ്റെ പേര് പറഞ്ഞ് ഒരു മോഹൻലാൽ ചിത്രമാക്കി ഈ ചിത്രത്തെ മാറ്റാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, കൊള്ളേണ്ടടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കുറിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അത് അദ്ദേഹം ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. അതുതന്നെയായിരിക്കാം ഈ ചിത്രത്തിൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു. അപ്പം ചിത്രം കണ്ടവർ കമൻ്റ് ഇടുക, ചിത്രം കാണാത്തവർ എത്രയും പോയി കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ.